ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. റിലയൻസ് ഡിസ്നി ലയനം പൂർത്തിയായി. സംയുക്ത സംരംഭത്തിന്റെ വിപണി മൂല്യം 70,352 കോടി രൂപ. വയാക്കോം-8 മീഡിയ ജിയോ സിനിമ ബിസിനസ്സുകൾ സ്റ്റാർ ഇന്ത്യയിലേക്ക് ലയിപ്പിക്കുന്നത് പ്രാബല്യത്തിൽ വന്നതായി റിലയൻസ് ഇൻഡസ്ട്രീസ്, വയാക്കോം-8, ഡിസ്നി എന്നിവർ പ്രസ്താവനയിൽ അറിയിച്ചു. പുതിയ കമ്പനി ജിയോ സ്റ്റാർ എന്നറിയപ്പെടും. ലയനശേഷമുള്ള സംയുക്ത കമ്പനിയെ റിലയൻസ് ഇൻഡസ്ട്രീസ് നിയന്ത്രിക്കും. റിലയൻസിന് 16.34%, വയാക്കോമിന് 46.82%, ഡിസ്നിക്ക് 36.84%, ഇതിലെ പങ്കാളിത്തം. നിത അംബാനിയാകും സംയുക്ത കമ്പനിയുടെ ചെയർപേഴ്സൺ. NCLT, മുംബൈ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, മറ്റു റെഗുലേറ്ററി അതോറിറ്റികൾ എന്നിവയുടെ അംഗീകാരം ലഭിച്ചതോടെയാണ് ലയന നടപടികൾ പൂർത്തിയായത്. സംയുക്ത സംരംഭത്തിനായി റിലയൻസ് ഇൻഡസ്ട്രീസ് 11,500 കോടി രൂപയാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. മെഴ്സിഡസ് ബെൻസ് ഇന്ത്യ കാറുകൾക്ക് വില വർദ്ധിപ്പിക്കുന്നു. ജനുവരി 1 മുതൽ വില 3% വരെ വർദ്ധിപ്പിക്കും. ജർമ്മൻ ആഡംബര കാർ നിർമ്മാതാക്കളായ മെഴ്സിഡസ് ബെൻസ് 2025 ജനുവരി 1 മുതൽ ഇന്ത്യയിലെ മുഴുവൻ വാഹനങ്ങളുടെയും വില 3% വരെ വർദ്ധിപ്പിക്കുമെന്ന് അറിയിച്ചു. ഉൽപാദന ചെലവുകൾ, പണപ്പെരുപ്പ സമ്മർദ്ദം, ഉയർന്ന പ്രവർത്തന ചെലവുകൾ എന്നിവ മൂലമാണ് വില വർദ്ധിപ്പിക്കുന്നത്. വർദ്ധിച്ചുവരുന്ന ഇൻപുട്ട് ചെലവുകൾ, പണപ്പെരുപ്പം, ഉയർന്ന പ്രവർത്തന ചെലവ് എന്നിവ മെഴ്സിഡസ് ബെൻസ് ഇന്ത്യയുടെ ബിസിനസ് പ്രവർത്തനങ്ങളിൽ ഗണ്യമായ സമ്മർദ്ദം ചെലുത്തുന്നു. കഴിഞ്ഞ 3 പാദങ്ങളിൽ കമ്പനി പ്രവർത്തന ചെലവിന്റെ വർധനവ് നേരിടുന്നുവെന്ന് മെഴ്സിഡസ് ബെൻസ് ഇന്ത്യ മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായ സന്തോഷ് അയ്യർ പറഞ്ഞു. നിലവിൽ സ്റ്റോക്കില്ലാത്ത വാഹനങ്ങൾക്ക് ഈ വിലവർധന ബാധകമാകും. 2024 ഡിസംബർ 31 വരെ നിലവിലുള്ള ബുക്കിംഗുകൾക്ക് വിലവർധന ബാധകമാവില്ലെന്ന് അയ്യർ പറഞ്ഞു. മെഴ്സിഡസ് ബെൻസ് ഇന്ത്യ എ ക്ലാസിന് 45 ലക്ഷം രൂപ മുതൽ G63 SUVക്ക് 3.6 കോടി രൂപ വരെ വിലയുള്ള വാഹനങ്ങൾ വിൽക്കുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. JP ഇൻഫ്രാടെക്കിന് രണ്ടാം പാദത്തിൽ 88.2 കോടി രൂപ ലാഭം. മൊത്ത വരുമാനം ഇടിഞ്ഞു. JP ഇൻഫ്രാടെക് ലിമിറ്റഡ് സെപ്റ്റംബർ പാദത്തിൽ 88.2 കോടി രൂപയുടെ ഏകീകൃത അറ്റാദായം റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ കമ്പനിയുടെ അറ്റ നഷ്ടം 588.31 കോടി രൂപയായിരുന്നു. 2024-25 സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ മൊത്ത വരുമാനം മുൻവർഷത്തെ ഇതേ കാലയളവിലെ 357.92 കോടി രൂപയിൽ നിന്ന് 222.86 കോടി രൂപയായി കുറഞ്ഞുവെന്ന് വ്യാഴാഴ്ച റെഗുലേറ്ററി ഫയലിംഗ് വ്യക്തമാക്കുന്നു. ഈ വർഷം ജൂണിൽ മുംബൈ ആസ്ഥാനമായുള്ള സുരക്ഷാ ഗ്രൂപ്പ് 3 അംഗ ബോർഡ് രൂപീകരിച്ച് JP ഇൻഫ്രാടെക് ലിമിറ്റഡിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. സുരക്ഷാ ഗ്രൂപ്പിന്റെ പ്രൊമോട്ടറായ സുധീർ V. വാലിയയെ ബോർഡിൽ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിച്ചു. 2024 മെയ് 24 പാപ്പരത്ത് അപ്പീൽ ട്രൈബ്യൂണൽ തീരുമാനത്തെ തുടർന്നാണ് ഏറ്റെടുക്കൽ. IDBI ബാങ്കിന്റെ നേതൃത്വത്തിലുള്ള കൺസോർഷ്യത്തിന്റെ അപേക്ഷ പ്രകാരം 2017 ഓഗസ്റ്റ് 9 JP ഇൻഫ്രാടെക് കോർപ്പറേറ്റ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സിലേക്ക് പ്രവേശിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. തമിഴ്നാട്ടിൽ ആരോഗ്യ മേഖലയിൽ സംയുക്ത പദ്ധതിക്കായി പോളിഹോസ് ലൂബ്രിസോൾ ധാരണ. പദ്ധതി തമിഴ്നാടിനെ മെഡിക്കൽ ടെക്നോളജിയിലെ പവർ ഹൗസാക്കി മാറ്റി. സ്പെഷ്യാലിറ്റി കെമിക്കൽസിന്റെ മുൻനിര കമ്പനിയായ ലൂബ്രിസോൾ കോർപ്പറേഷൻ തമിഴ്നാട്ടിൽ മെഡിക്കൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുന്നതിനായി പോളിഹോസ് ഇന്ത്യയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. സർക്കാർ പറയുന്നതനുസരിച്ച് മെഡിക്കൽ സാങ്കേതികവിദ്യയിൽ സംസ്ഥാനത്തെ ഒരു പവർ ഹൗസ് ആക്കാനാണ് പങ്കാളിത്തം ലക്ഷ്യമിടുന്നത്. കരാർ പ്രകാരം ഉയർന്ന നിലവാരമുള്ള മെഡിക്കൽ ട്യൂബുകൾ ചെന്നൈക്ക് സമീപമുള്ള സ്ഥാപനത്തിൽ നിർമ്മിക്കും. ഒപ്പിടൽ ചടങ്ങുകളിൽ രേഖകൾ കൈമാറുന്നതിനായി ലൂബ്രിസോൾ, പോളിഹോസ് എന്നിവയിലെ ഉന്നത ഉദ്യോഗസ്ഥർ മന്ത്രിയുമായും മുതിർന്ന സർക്കാർ പ്രതിനിധികളുമായും സെക്രട്ടേറിയറ്റിൽ കൂടിക്കാഴ്ച നടത്തി. ന്യൂറോവാസ്കുലർ, കാർഡിയോവാസ്കുലർ ചികിത്സകൾക്കായുള്ള ഉയർന്ന നിലവാരമുള്ള മെഡിക്കൽ ട്യൂബുകളിൽ ഉൽപാദനം കേന്ദ്രീകരിച്ചുള്ള ഈ സൗകര്യം ചെന്നൈക്ക് സമീപം 8000 ചതുരശ്ര അടിയിൽ വ്യാപിക്കും. നിർദ്ദിഷ്ട ഫാക്ടറിയുടെ തറക്കല്ലിടൽ ചടങ്ങ് 2026 ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചെന്നൈയിലെ കോടമ്പാക്കത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനം 200ഓളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് കമ്പനി അധികൃതർ വ്യക്തമാക്കി. ലൂബ്രിസോളിന്റെ ആഗോള വരുമാനത്തിന്റെ 10% സംഭാവന ചെയ്യുന്നത് ഇന്ത്യയിലാണെന്ന്
ലൂബ്രിസോൾ കോർപ്പറേഷന്റെ പ്രസിഡന്റും സിഇഒയുമായ റെബേക്ക ലിബർട്ട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വാട്സാപ്പ് പുതിയ ഫീച്ചർ പുറത്തിറക്കി. മെസ്സേജ് ഡ്രാഫ്റ്റുകൾ എന്ന ഫീച്ചറാണ് iOS, ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്കായി അവതരിപ്പിച്ചിരിക്കുന്നത്. വാട്സാപ്പിൽ അയക്കുന്ന പൂർണ്ണതയില്ലാത്ത മെസ്സേജുകൾ എളുപ്പത്തിൽ കണ്ടെത്തി എഡിറ്റ് ചെയ്യാൻ കഴിയുന്ന പുതിയ ഫീച്ചർ ഉപഭോക്താക്കൾക്കായി അവതരിപ്പിക്കുകയാണ് വാട്സാപ്പ്. iOS, ആൻഡ്രോയിഡ് ഉപകരണങ്ങളിൽ ആഗോളതലത്തിൽ എല്ലാ ഉപയോക്താക്കൾക്കുമായി മെസ്സേജ് ഡ്രാഫ്റ്റുകൾ അവതരിപ്പിച്ചതായി മെറ്റ അറിയിച്ചു. വരും ദിവസങ്ങളിൽ ഉപയോക്താക്കൾക്ക് പ്രധാന ചാറ്റ് സ്ക്രീനിൽ പൂർത്തീകരിക്കാത്ത സന്ദേശങ്ങൾക്ക് മുൻപുള്ള ഗ്രീൻ ഹൈലൈറ്റ് ചെയ്ത ഡ്രാഫ്റ്റ് ഇൻഡിക്കേറ്റർ കാണാൻ കഴിയും. ഈ പൂർത്തിയാകാത്ത ഡ്രാഫ്റ്റുകൾ ഉപയോക്താവിന്റെ ചാറ്റ് ലിസ്റ്റിന്റെ മുകളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. ടൈപ്പ് ചെയ്യുമ്പോൾ തടസ്സം നേരിടുകയോ ശ്രദ്ധ തിരിയുകയോ അല്ലെങ്കിൽ ഒരു സന്ദേശം അയക്കാൻ മറക്കുകയോ ചെയ്താൽ ഈ സവിശേഷത ഉപയോക്താക്കൾക്ക് സഹായകരമാകുന്നു. ഈ അപ്ഡേറ്റ് ഉപയോക്താക്കൾക്ക് സമയലാഭം നൽകുന്നതോടൊപ്പം ആശയവിനിമയം കൂടുതൽ കാര്യക്ഷമമാക്കുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.